ഇത് ക്ലർക്കിന് കൊടുത്തവിടെ. ആ എന്താ സാർ? എല്ലാ പോക്കറ്റ് അടിക്കാരുടെയും മോഷ്ടാക്കളുടെ ലിസ്റ്റ് ഇന്ന് തന്നെ കിട്ടണം. പുറത്തെടുക്കുന്നതിന് മാത്രം മതിയോ? മതിയടോ, ലിസ്റ്റ് ഉടനെ കിട്ടണം. കിട്ടുന്നവനൊക്കെ പൊക്കും വേണം. ഇവിടെ അടുത്തൊരുത്തണ്ട്, അവനാട്ട് ആദ്യത്തെ കൈനീട്ടം. ആരത്? സാറ് പരിചയപ്പെട്ടിട്ടില്ല, പലചരക്ക് ചാണ്ടി. കറച്ചേട്ടാ, 50 ഗ്രാം മുട്ടയും 2 കടുകും. എന്താ പറഞ്ഞത്? അയ്യോ സോറി കറച്ചേട്ടാ, 50 ഗ്രാം കടുകും 2 മുട്ടയും. നാക്കുളിക്കതാ. പിന്നെ മുട്ട താറാവന്നെ വേണേ, കോഴി വേണ്ട, അല്ലെ രാവിലെ തന്നെ മസിൽ പിടിക്കുന്നത്. 2 രാധാ സോപ്പേ. ഇന്ന് ഇത്രയും മതി, ധാരാളായി. ഇനി നാളത്തേക്ക് മതി. 19 ഇതെന്താ ബാറ്റ ചെരുപ്പിന്റെ വില പോലെയുള്ള ചേട്ടാ? ചേട്ടനെന്താ ബാറ്റ കമ്പനി റിട്ടയർഡ് ചെയ്ത് വന്നാ? അല്ല, കരോണായിന്നാ. ചുമ്മാതല്ല, വില കേട്ടപ്പോ കണ്ണീന്ന് വെള്ളം വന്നത്. ആട്ടെ, ചേട്ടന് തേങ്ങ വേണോ? തേങ്ങ വേണോ ഞാനാണോ തീരുമാനിക്കുന്നത്? അയ്യോ ചേട്ടൻ തെറ്റിദ്ധരിക്കണ്ട, ചേട്ടന് തേങ്ങ അങ്ങോട്ട് വേണോന്ന് ചോദിച്ചാ. നോക്കട്ടെ. നനവില്ലാത്താരും വെള്ളം കുറവാ. കണ്ട, ഇത് ഞാൻ രാവിലെ ഒരു ബാർബറെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാ, ക്ലീൻ ഷേവാ. എത്ര രൂപ വേണം? അയ്യോ ഞാൻ വില പറയത്തില്ല ചേട്ടൻ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. ചേട്ടന്റെ സാധനം ചേട്ടൻ തരുന്ന വില. 5 രൂപയോ? ചേട്ടാ ഈ നോട്ട് മുഴുവൻ ഓട്ടമുള്ള ചേട്ടാ. ഈ ലോകത്ത് ഓട്ടമില്ലാത്ത എന്താ ഉള്ളേ? ഉണ്ടല്ലോ. എന്ത്? പപ്പടം. കണ്ട, ആ ചന്ദ്രത്തിന് എന്താ വില? അത് 4.50. 2.5 വീട്ടിൽ കത്തിച്ചേട്ടാ. ചാണ്ടി വണ്ടി കയറി, സ്റ്റേഷൻ വരെ ഒന്ന് പോണം. പുതിയ SIക്ക് എന്നെ ഒന്ന് കാണണമെന്ന്. പുതിയ SI ചാർജ് എടുത്തെന്ന് ഞാൻ കേട്ടു. പരിചയപ്പെടാൻ വിളിക്കാത്ത എന്താന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. സംസാരിച്ചിരിക്കാൻ സമയമല്ല, വേഗം വണ്ടി കയറി. എല്ലാ കള്ളന്മാരും പിടിച്ചടിക്കാരും പൊക്കണമെന്നാണ് ഓർഡർ. സീരിയസ് ആയിട്ട് ഒരു കാര്യം ചെയ്യും, നമ്മുടെ ഇത്തിക്കര തങ്കുവിനെ പൊക്കി തിരിച്ചു വരുമ്പോഴേക്കും ഞാൻ ഈ സാധനം എന്റെ വീട്ടിൽ കൊടുത്ത് ഇതേ സ്പോട്ടിൽ വന്നോളാം. തങ്കു വീട്ടിൽ കാണോ? പിന്നെ തങ്കുടെ പകല് പോയ റെസ്റ്റ് അല്ലേ? നീ ഒരു കാര്യം ചെയ്യ്, ഇത് വീട്ടിൽ കൊടുത്തേച്ച് വേഗം വാ. ശരി, ഞാൻ പോയിരാം. സാറേ വേണ്ടില്ലായിരുന്നു. വിഴിഞ്ഞ പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ കിടക്കുന്ന കിടപ്പ് കണ്ടോ? ഫസ്റ്റ് എനിക്കെന്നും പറഞ്ഞു എവിടെ വെച്ചിരുന്നു ഈ തസ്കരനെ? അതെ എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ, ഇങ്ങോട്ട് എണീക്കാൻ. സൗണ്ട് നേരെ ഇരുട്ടിയോ? ഇവിടെ കയറണമെന്നാ പറഞ്ഞിരുന്നേ. ഇരുട്ടിയിട്ടൊന്നുമില്ല, ഇന്ന് കയറ്റം നടക്കുമെന്ന് തോന്നുന്നുമില്ല. എന്താ ഇന്ന് ശിവരാത്രിയാണോ? നാട്ടുകാർക്ക് ആർക്കും ഉറക്കമൊന്നുമില്ലേ? അതല്ലെന്ന്, പോലീസുകാരൻ പീരി മുഹമ്മദ് വന്ന് നിപ്പോണ്ട്. എന്താ അവനെ പിരിച്ചു വിട്ടോ? ഇവിടെ പണിയൊന്നുമില്ലെന്ന് പറയണേ. നല്ല മനുഷ്യ, നിങ്ങളെ തപ്പാൻ അയാൾ വന്ന് നിൽക്കുന്നതെന്ന്. എന്നെ തപ്പാനോ? ഇങ്ങോട്ട് പറയില്ലേ, നീ ഇവിടെ തന്നെ നിന്നോ, കണ്ടാ നിന്റെ തപ്പും പോലീസുകാരൻ. എന്റെ ഇത്തിക്കരപ്പക്കി അമ്മാവാ, ഒരു കാരണവരെ എല്ലാ മണിയെയും ഒരുപോലെ കാണുന്നവനാണല്ലോ അങ്ങ്. കഷ്ടപ്പെട്ട് ഉറക്കളച്ച് പൂട്ടുകുത്തി തുറന്ന് ഞാൻ ഉണ്ടാക്കിയ ബ്ലാക്ക് മണിക്ക് ഒരു കുഴപ്പവും വരുത്തരുതേ. നീ ആ ജാമ്യം ലൂക്കോസ് വക്കീലിനെ കണ്ട് കുറച്ച് മുൻകൂർ ജാമ്യം എടുത്ത് വെച്ചേരെ, ഒരു സേഫ്റ്റിക്ക് ഇരിക്കട്ടെ. അയ്യോ നമുക്കൊക്കെ ഇത് തരുമോ? നമുക്കേ തരൂ, ഈ വകുപ്പ് ഉണ്ടാക്കിയിരിക്കുന്നതന്നെ നമുക്ക് വേണ്ടിയാണ്. നീ ഒറ്റയ്ക്ക് ആ വക്കീലിന് മുമ്പിൽ ചെന്ന് പെടണ്ട. നമ്മുടെ ആര്യമ മോനെ കൂടെ കൂട്ടിക്കോ. മോനെ, ലുട്ടാപ്പി മോനെ. അവൻ പുട്ട് തട്ടുവാ. അത് അച്ഛൻ സ്റ്റേഷനിൽ നിന്ന് വരുമ്പോ കൊണ്ടുവരും മക്കളെ. അയ്യോ മോനെ, സ്റ്റേഷനിൽ കൊഴുക്കട്ട കിട്ടില്ല, അത് ജയിലിലേ കിട്ടൂ. മോൻ അച്ഛനെ പോലെ തൊഴിലിൽ കേമനായാൽ ഈ വയറ് നിറച്ച് തിന്നാം. തൽക്കാലം മോൻ അമ്മച്ചിയുടെ കൂടെ വക്കീലിന്റെ അടുത്തേക്ക് പോകും. ഇത് തിന്നിട്ട് പോരെ, മക്കൾ കഴിച്ചു കഴിഞ്ഞാൽ അമ്മച്ചി റെഡി ആവത്തുള്ളൂ. അമ്മച്ചി വരുമ്പോൾ 2 മണിക്കൂർ എടുക്കും. ഞാൻ ഒരു കുറ്റിപ്പുട്ടും കൂടെ തിന്നട്ടെ. ഇനി വന്നിട്ട് ചെലുത്താം മോനെ. അമ്മച്ചി ഇനി പ്രത്യേകം നോക്കണേ. അമ്മച്ചി നോക്കാൻ വലിയ ആളുകളുണ്ട്, എന്നെ നോക്കാൻ മാത്രം ആരുമില്ല. തങ്കു, നീ ഇങ്ങോട്ട് ഇറങ്ങണോ അതോ ഞാൻ അങ്ങോട്ട് വരണോ? പോയില്ലേ?
എന്റെ പൊന്ന് തങ്കി റെഡ് ഓക്സൈഡ് വാരി പുരട്ടി സമയം കളയല്ലേ. താമസിച്ചെന്നാ മുൻകൂർ ജാമ്യം തീർന്നു പോകും. എന്തിനാ മനുഷ്യ ഇതെല്ലാം മാരി വലിച്ചിടുന്നത്? ആ സ്റ്റേഷനിലോട്ട് ചെല്ലും എന്തായാലും അവന്മാര് അഴിപ്പിക്കുവേ. ഏതായാലും എടുത്തു പോയില്ലേ, ഇതാ. അതെ, പോലീസുകാർ കയറി ഇറങ്ങുന്ന വീടാണെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതൊന്ന് വേഗം ചെല്ലും മനുഷ്യ. അയ്യോ പിന്നെ നിക്ക്, ചത്ത് തലയ്ക്ക് മേലെ നിൽക്കുന്ന നമ്മുടെ എല്ലാ പിതൃ കള്ളന്മാരുടെ അസ്ഥിത്തറയിൽ ഒന്ന് നമസ്കരിച്ചിട്ട് പോണേ. അസ്ഥി എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ഓർമ്മിച്ചത്. പുതിയ ഇൻസ്പെക്ടറാണ്. എന്റെ അസ്ഥി ഇളക്കാതിരിക്കാൻ നീ പ്രാർത്ഥിക്കണേ. ചെരുപ്പിടണോ അതോ ഷൂസ് ഇടണോ? അയ്യേ, ഈ തല്ലിപ്പൊളി സ്റ്റേഷനിൽ ഇത് തന്നെ ധാരാളം. കോടതിയിൽ ഹാജരാക്കുമ്പോ കോട്ട് സൂട്ട് ഒക്കെ ഇട്ട് നോക്കാൻ ഡീപ്പായിട്ട് പോകേ. കൊള്ളാം. ഓൾ ദ ബെസ്റ്റ്. എടാ ചാണ്ടി, എടാ നീ ഒന്നും പറയാതെ പോവാണോ? അമ്മ ഞാൻ ലേലൻ സിനിമയിലെ 4 ഡയലോഗ് പറയട്ടെ. പോകാതിരുന്നാൽ എങ്ങനെയാ? ഒരു കളന് അത്യാവശ്യം വേണ്ട സത്യസന്ധതയാ. ഞാൻ പീരു സാറോട് തിരിച്ചല്ലെന്ന് വാക്ക് കൊടുത്തിട്ട് വന്നേ. അതല്ലടാ കഴുതേ ഞാൻ പറഞ്ഞത്. എടാ നിനക്ക് കുറച്ച് ദിവസം അകത്ത് കഴിയേണ്ടി വന്നാ ഞാനിവിടെ എന്തോ ചെയ്യും? ഇന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ അയൽവക്കത്തുനിന്ന് കടം മേടിച്ച് തിരിച്ചു കൊടുക്കാൻ തികയില്ല. ഇതാ ഞാൻ പറയുന്നത്, മോഷ്ടിക്കുമ്പോ ഒരാഴ്ചത്തേക്കുള്ളതെങ്കിലും മോഷ്ടിക്കാൻ. അമ്മയ്ക്ക് എന്നോട് എന്തും പറയാം, പക്ഷെ വിവരക്കേട് മാത്രം പറയരുത്. കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? കർത്താവ് പറഞ്ഞിരിക്കുന്നതേ ഇനി സാധനങ്ങളൊന്നും കടം തരില്ലാന്ന്. അത് വിവരമില്ലാത്ത കടക്കാരൻ കർത്താവ്. ഇത് സാക്ഷാൽ ദൈവം കർത്താവ് എന്തെന്ന് പറഞ്ഞിരിക്കണേ? ആകാശത്തിലെ പറവകൾ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കള്ളപ്പുരയിൽ സൂക്ഷിക്കുന്നില്ല. പറവകൾ മാത്രമല്ല, ഇപ്പൊ ഇവിടുത്തെ മനുഷ്യരും അങ്ങനെ തന്നെ. വിതയ്ക്കൊന്നുമില്ല, കൊയ്യൊന്നുമില്ല, ഇപ്പൊ എല്ലാം വെട്ടി നിരത്തുകയല്ലേ. പിന്നെ എന്തോ എടുത്തിട്ട് കളപ്പുരയിൽ സൂക്ഷിക്കാനാ? ഇതേ വചനം തന്നെ ഞാനും ഫോളോ ചെയ്യുന്നത്. അമ്മേ, ഞാനൊരു സത്യക്രിസ്ത്യാനിയാ. അന്നാന്നത്തേക്കുള്ള ഉണ്ടാക്കാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അമ്മച്ചി കൂടുതൽ ഉണ്ടാക്കിയാലേ എനിക്ക് ഉണ്ടാവും പോണ കൊച്ചിന് ചന്തി ഉണ്ടാവില്ല. നാളത്തേക്ക് സമ്പാദിച്ചു വെക്കാൻ ഞാനെന്താ വല്ല ഇന്ദിരാവാസ് പത്രോ? എടാ നിന്റെ പെങ്ങള് ടൈപ്പ് കഴിഞ്ഞ് വരുമ്പോ ഞാൻ എന്താ പറയാ? ഇല്ലാത്ത കുറ്റം ചുമത്തി വല്ല സെൻട്രൽ ജയിലിലെ സബ് ജയിലിൽ അടച്ചാ അവളോട് പറയാ എന്നെ വന്ന് കാണാൻ വരരുന്നു. അതെന്താ? അവിടെ അടുത്താണ് പെൺവാണിഭ കേസിലെ മുൻ മന്ത്രിയുടെ വീട്. അമ്മയ്ക്ക് പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബ വക്കീലൊന്ന് വിവരം അറിയിക്കട്ടാ. ഞാൻ വരേ. ചക്കരമ. അല്ലേ, ഇത് ആരൊക്കെയാ? ഇന്നെന്താ ഇത്ര രാവിലെ? അതോ ഇന്ന് ഇവിടെ തന്നെയാണോ കയറ്റം? കൊല്ലക്കുടി തന്നെ വേണോ സൂചി വിൽപ്പന? അതെ, ചേട്ടനെ പൊക്കി. വിത്ത് തോണ്ടിയോ വിത്തൗട്ട് തോണ്ടിയോ? അച്ഛമ്മയ്ക്കിപ്പോഴും വിത്തൗട്ടിലാ പോകുന്നത്. അതെ, ഏത് കേസിലാ പൊക്കിയെന്നറിഞ്ഞാലല്ലേ തൊണ്ടിയുടെ പ്രശ്നം ഉദിക്കുന്നുള്ളൂ. ഏത് ആഘോഷം വന്നാലും കോഴിക്ക് കിടക്കാൻ മേലാന്ന് പറഞ്ഞ പോലെ നാട്ടിലെവിടെ മോഷണം നടന്നാലും കള്ളന് കിടക്കപ്പുറതിയിലെന്ന് വന്നാൽ എന്ത് ചെയ്യുമെന്ന് പറ. തങ്കി, അംഗത്തിന് പുറപ്പെടാൻ വരട്ടെ. ആട്ടെ, കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നു പണി? ഓ, രൂപയുടെ മൂല്യം കുറഞ്ഞേ പിന്നെ പണിയൊക്കെ വളരെ കുറവാ. വലിയ വലിയ വീടുകളിലൊക്കെ ഇപ്പൊ ഫോറിൻ ബൂട്ടുകളല്ലയോ പിടിപ്പിക്കുന്നേ. അത് തുറക്കാൻ ഭയങ്കര പാടാ. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കണമെന്ന് അന്ന് ഗാന്ധിജി പറഞ്ഞപ്പോ ആരെങ്കിലും ചെവിക്കൊണ്ടോ? ഇപ്പൊ അനുഭവിക്കേ. ഇത് അപ്പടെ ചെതിലെന്നല്ലോ വക്കീലേ. നീ വലിയ വലിയ കാര്യങ്ങൾ ആലോചിച്ച് അരത്തല പുണ്ണാക്കാതെ ഇത് അവിടെ ഇരുന്നോട്ടെ. ഇതെന്തിനാ കഴുത്തി കെട്ടി തൂക്കിയിട്ടേക്കണേ? കഴുത്തി കെട്ടി തൂക്കിയില്ലെങ്കിലേ അത് താഴെ വീണ് പോത്തില്ലേ? സംശയം തീർന്നു. ഇവൻ തങ്കൂന്റെ മോൻ തന്നെ. ശരിയാത്തില്ല, നമുക്ക് ജാമ്യം എടുത്തിട്ട് പോവാം. ജാമ്യം? വക്കീലേ, 3 മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യോ? അതൊക്കെ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന കള്ളന്മാർക്കല്ലേ കിട്ടൂ. തന്നെയുമല്ല, ഈ പീഡന കേസൊക്കെ വന്നേ പിന്നെ മുൻകൂർ ജാമ്യത്തിലേക്ക് വലിയ പിടിച്ചു പറയാ. വക്കീലേ, വകുപ്പറിയത്തില്ലെങ്കിൽ അത് പറ. അതെ, വക്കീലിന് ബോധം കിടത്തില്ല മോനെ. അതെന്താ? ബോധം ഉണ്ടെങ്കിലല്ലേ എന്നെ വകുപ്പ് പഠിപ്പിക്കാൻ നീ ആരാടാ? നീ ഞരമ്പേ കളിക്കുമ്പോഴേ ഞാൻ വരമ്പേ കളിക്കുവാ. ക്ഷമിക്ക്, അവൻ കൊച്ചല്ലേ. വിവരം വരാൻ ഇനിയും 2-3 വർഷം എടുക്കും. അതിനുള്ള വളം ഞാൻ ഇടുന്നുണ്ട്. അതിലും ഭേദം ടിക്ടോണ്ടിയാ. അതും പരീക്ഷിക്കാം. എനിക്ക് പ്രതീക്ഷയില്ല. കതിരെ വളം വെച്ചിട്ട് എന്താ പ്രയോജനം? തർക്കിക്കാൻ സമയമില്ല ലൂക്കോച്ച. എനിക്ക് മുൻകൂർ ജാമ്യം വേണം. മുൻകൂർ ജാമ്യം കിട്ടത്തില്ല. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ലെന്ന്. എന്റെ ചേട്ടനെ ഒരു അണ്ടർവെയറിന്റെ വള്ളിയെ കിട്ടി തൂക്കും. തർക്കിക്കാൻ 2-3 മുൻകൂർ ജാമ്യം എടുക്കോക്കില്ലേ? തങ്കി വിഷമിക്കണ്ട. SI ജയശങ്കറിനെ വിളിച്ച് ഞാൻ ചോദിക്കാം എന്താ തങ്കൂനെതിരെയുള്ള ചാർജ് എന്ന്. എന്താണ് ചാർജ് എന്ന് നിനക്ക് അറിയണോടാ? കുറ്ററിഞ്ഞിട്ട് ഇടി കൊള്ളതല്ല അതിന്റെ ഒരു സുഖം. അല്ലാതെ LP സ്കൂളിലെ കുട്ടികളെ തല്ലണ മാതിരി. വിനോമതേ, ഈ സ്റ്റേഷൻ അതിർത്തിയിൽ ഇത്രയും കള്ളന്മാരെ ഉള്ളോ? ഇനി ഗോൾഡ് ഗോപാലുണ്ട് സാർ. അവൻ ബിസിനസ് ആയിട്ട് ബന്ധപ്പെട്ട് മദ്രാസിൽ പോയിരിക്കാം.
അടപടലേന്ന് അടിച്ചു മാറ്റുന്നവരും വേറെ ഉണ്ട് സാർ. നീ ആരെയാണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായി. പക്ഷേ അവരെയൊക്കെ അറസ്റ്റ് ചെയ്യാൻ വകുപ്പില്ല. ബസ്സിൽ വെച്ച് ബാഗിന്റെ അടിവയറ്റിൽ സിസേറിയൻ നടത്തി 65 പവന്റെ സ്വർണ്ണാഭരണങ്ങൾ അടിച്ചു മാറ്റം നീയല്ലടാ. 65 പവനോ? സ്വർണത്തിന് വില കുറഞ്ഞ ശേഷം ഞാൻ ആ വൃത്തികെട്ട സാധനം കൈ കൊണ്ട് വിട്ടിട്ടില്ല. പിന്നെ കള്ളനാണെങ്കിലും സാറിന് ഇല്ലാത്ത ഒന്ന് എനിക്കുണ്ട്. എന്താടാ? അഭിമാനം. സത്യം പറയണം. സത്യം പറഞ്ഞ നിന്റെ അടിപാറ ഞാൻ കൂട്ടും. മടിയിൽ കനവില്ലാത്ത ഒരു വഴി ഭയമെന്തിനാ സാറേ? നിനക്കൊണ്ടടാ ചണ്ടി അഭിമാനം. ചണ്ടിയല്ല സാർ, ചാണ്ടി. ഇനീഷ്യലില്ല. ഓ, നീ നിന്റെ തന്തയെ മോഷിച്ചു വിറ്റോ? ദൈവാനുഗ്രഹം അങ്ങനെ ഒരു സാധനം എനിക്കില്ലേ സാറേ. അതെന്താ? അപ്പൻ ആരാണെന്ന് അമ്മോട് ചോദിച്ചാ അമ്മയ്ക്ക് പോലൊരു നിശ്ചയില്ല. ചോദിച്ചാ പറയും കർത്താവാണെന്ന്. ആര് വിശ്വാസത്തില്ല ഞാനും. ഉന്നാര മോനെ സത്യം വേണം. അന്നാന്നത്തേക്കുള്ളത് മാത്രം ഓട്ടിക്കുന്ന ഒരു പാവം അത്തപ്പാടി കള്ളനെ സാറേ ഞാൻ. സ്വർണം സ്വപ്നത്തിൽ പോലും ഞാൻ കണ്ടിട്ടില്ല. എന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് സാറിന്റെ വിലപ്പെട്ട ടൈം വേസ്റ്റ് ആക്കുന്ന ഒരു അപേക്ഷയുണ്ട്. ഇവന്മാരെല്ലാം ലോക്കപ്പ് ചെയ്യാം. സത്യം തെളിയിക്കാമോ ഞാൻ നോക്കട്ടെ.